വ്യാജ മത പരിവർത്തന ആരോപണത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവിനെ കോടതി കുറ്റവിമുക്തനാക്കി. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ന്യൂസ് പോർട്ടലായ ദ വയർ ആണ് ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണിത്. ഉത്തർപ്രദേശിൽ 2020 BJP ഗവൺമെന്റ്, യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഒരു ഓർഡിനൻസിലൂടെ മതപരിവർത്തന നിരോധന നിയമം ശക്തമാക്കിയത്. ഈ നിയമം അനുസരിച്ച് ധാരാളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. എന്നാൽ ആദ്യമായാണ് ഉത്തർപ്രദേശിലെ ഒരു കോടതി ഇങ്ങനെ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 2023 ജൂൺ 25 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിൽ ലക്നൌയിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരെയുള്ള സലൂൺ എന്ന പട്ടണത്തിനടുത്തുള്ള കോദ്ര ഗ്രാമത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഒരു വാഹന മെക്കാനിക്കായി ജോലി ചെയ്യുന്ന സോനു സരോജ് എന്ന 35 വയസ്സുള്ള ദളിത് യുവാവ് തന്റെ വീടിനോട് ചേർന്ന് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിച്ചു. ജീവൻ ധാര പ്രാർത്ഥനാ ഭവൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 250ഓളം ആളുകൾ അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ആരാധനയ്ക്കായി ഒത്തുകൂടിയിരുന്നു. കഴിഞ്ഞ ജൂൺ 25 ഞായറാഴ്ച രാവിലെ 11 മണിയായപ്പോൾ ഈ ജീവൻധാര പ്രാർത്ഥനാ ഭവനിലേക്ക് ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും കുറെ പ്രവർത്തകർ അവിടേക്ക് ഇരച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ വടികൾ ഉപയോഗിച്ചും ലാത്തികൾ ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഈ സോനു സരോജിന്റെ ഭാര്യയ്ക്ക് തലയ്ക്ക് അടിയേറ്റ് അവർ നിലത്ത് വീണു. ഇങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ആരോ അറിയിച്ചതനുസരിച്ച് പോലീസ് പെട്ടെന്ന് സ്ഥലത്തെത്തുകയും ഈ സോനു സരോജിന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കേണ്ടിയിരുന്ന പോലീസ് പക്ഷേ തയ്യാറായത് സോനു സരോജിനെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം മതപരിവർത്തനം നടത്തി എന്ന കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ചെയ്തത്. ക്രിമിനൽ നടപടിക്രമത്തിലെ 151 വകുപ്പ് പ്രകാരമാണ് FIR തയ്യാറാക്കിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ 2020 പാസാക്കിയ ഒരു ഓർഡിനൻസിലൂടെ ഈ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു. അതനുസരിച്ച് ധാരാളം കേസുകളാണ് ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഉത്തർപ്രദേശിലെ കാര്യം തന്നെ എടുത്താൽ 2020 നവംബർ മുതൽ 2024 ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ 835 കേസുകളിലായി 2700-ലധികം ആളുകളാണ് ഈ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടത്. ഈ കേസുകളിൽ ബഹുഭൂരിപക്ഷവും ഇതുവരെ കോടതിയിൽ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഇനി സോനു സരോജ് എന്ന ദളിത് യുവാവിന്റെ കേസിലേക്ക് മടങ്ങി വരാം. സോനു സരോജ് ഒരു മെക്കാനിക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 വർഷം മുമ്പാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പ്രഭാഷണം കേൾക്കുന്നത്. പിന്നീട് ധാരാളം യൂട്യൂബ് വീഡിയോകൾ അദ്ദേഹം കാണുകയും യേശുക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിനോട് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്ന് തന്റെ താമസ സ്ഥലത്ത് നിന്ന് വളരെ ദൂരെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ചില ആരാധനകളിൽ അദ്ദേഹം പോയി പങ്കെടുക്കുകയും ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഇത് സോനു സരോജിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. മദ്യപാന ശീലം ഉപേക്ഷിച്ചു. ഒരു ക്രിസ്തീയ വിശ്വാസിയായി സോനു സരോജ് ജീവിക്കുവാൻ തുടങ്ങി. എന്നാൽ എന്നും പ്രയാഗ്രാജിൽ പോകുക എന്നുള്ളത് അപ്രായോഗികമായതുകൊണ്ട് സോനു സരോജ് തന്റെ ഭവനത്തിൽ തന്റെ വീട്ടുകാരെ ചേർത്ത് ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ തന്റെ വീട്ടിൽ തന്നെ ഒരു പ്രാർത്ഥനാ കൂട്ടം ആരംഭിക്കുകയും ചെയ്തു. കാണെ അത് വളർന്നു വന്നു. 5 വർഷം കൊണ്ട് 250-ലധികം ആളുകൾ സോനു സരോജിന്റെ ഈ ആരാധനാ കൂട്ടത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ ആരാധനയ്ക്ക് വേണ്ടി സോനു സരോജ് തന്റെ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് ഉണ്ടാക്കുകയും ധാരാളം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന് അവസരമൊരുക്കുകയും ചെയ്തു. സോനു സരോജിന്റെ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നവരുടെ കാറുകൾ വീടിന് ചുറ്റും പാർക്ക് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിനോട് വിരോധമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെയാണ് VHP അംഗമായിരിക്കുന്ന സഞ്ജയ് കുമാർ തിവാരി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ സോനു സരോജിന്റെ ആരാധനാ കൂട്ടത്തിൽ ആക്രമിച്ചു കയറുകയും ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത്. മർദ്ദനത്തിൽ തലയ്ക്ക് മാരകമായ മുറിവേറ്റ് ആശുപത്രിയിൽ
പ്രവേശിപ്പിക്കപ്പെട്ട സോനു സരോജിന്റെ ഭാര്യ ഇന്നും അതിൽ നിന്ന് മുക്തയായിട്ടില്ല. 4 മക്കളുടെ മാതാവായ ആ സ്ത്രീ ഇപ്പോഴും കിടക്കയിൽ തന്നെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട സോനു സരോജ് നിയമ പോരാട്ടത്തിന് തയ്യാറായി. 15 മാസങ്ങൾ കൊണ്ട് സോനു സരോജ് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് റായ്ബറേലിയിലെ സെഷൻസ് കോടതി ജഡ്ജി അമിത് കുമാർ പാണ്ഡെ സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട സോനു സരോജ് നിയമ പോരാട്ടങ്ങൾക്ക് തയ്യാറായി. കോടതിയിൽ അദ്ദേഹം ഇപ്രകാരം വാദിച്ചു: ഞാനൊരു ദളിതനാണ്. ദളിതനായി ജനിച്ചതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ നിന്ന് എനിക്ക് നിരവധിയായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജാതീയമായ അധിക്ഷേപങ്ങൾ നിരന്തരമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനവും ഈ ജാതി വേർതിരിവുകൾ തന്നെയാണ്. എന്നാൽ ഞാനിപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസി കൂടെയാണ്. എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ടാകുന്നു. അവർ പലരും യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ മദ്യപാന ശീലത്തിന് മാറ്റമുണ്ടാകുന്നു. അവരുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ പോകുന്നു. എന്നാൽ അങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ ഇവിടുത്തെ ഫ്യൂഡൽ ജന്മികൾ എതിർക്കുന്നു. പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ വയലുകളിൽ പോയി ജോലി ചെയ്യണമെന്നുള്ളതാണ് അവരുടെ താല്പര്യം. ദീർഘനാളുകളായിട്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ മക്കൾ സ്കൂളുകളിൽ പോകുവാനും വിദ്യാഭ്യാസം ആർജിക്കുവാനും തുടങ്ങുമ്പോൾ അവർക്കും അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുകയും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനെ അംഗീകരിക്കുവാൻ ഇവിടുത്തെ ഉയർന്ന ജാതിക്കാർക്ക് സാധിക്കുന്നില്ല. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. റായ്ബറേലി കോടതിയിലെ അമിത് പാണ്ഡെ എന്ന സെഷൻസ് ജഡ്ജി ഈ വാദം അംഗീകരിച്ചുകൊണ്ട് സോനു സരോജ് നൽകിയ വിടുതൽ ഹർജി അംഗീകരിക്കുകയും സോനുവിനെ കുറ്റവിമുക്തനാക്കുകയുമായിരുന്നു. യു.പിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാജ മതപരിവർത്തന ആരോപണങ്ങളുടെ പേരിൽ ധാരാളം ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. നിരവധി ആളുകൾ കേസുകളുടെ പുറകെ നടക്കേണ്ടി വരുന്നു. നിരന്തരമായി വ്യാജ മതപരിവർത്തന പരാതികളുമായി VHPയുടെയും ബജ്രംഗ് ദളിന്റെയും മറ്റ് തീവ്ര ഹൈന്ദവ സംഘടനകളുടെയും പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നു. ഈ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുമ്പോൾ പോലീസ് അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അതിൻ്റെ യാഥാർത്ഥ്യം തിരക്കുകയോ ചെയ്യാതെ ആരാധനകൾക്കെതിരെ, ക്രൈസ്തവ കൂട്ടായ്മകൾക്കെതിരെ, ക്രൈസ്തവരായ ആളുകൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കുന്ന, ക്രൂരമായ അക്രമങ്ങൾക്കിരയാകുന്ന ആളുകളെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ഒരു രീതിയാണ് പോലീസ് അനുവർത്തിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത്തരം സംഭവങ്ങളിൽ കേസുകൾ കോടതിയിലെത്തുവാൻ വല്ലാതെ വൈകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 835 കേസുകൾ യു.പിയിലുള്ളതിൽ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിചാരണ നടന്ന ഒരു കേസിലാണ് ആ കേസ് തന്നെ തള്ളിക്കളയുവാനും പ്രതിയെ കുറ്റവിമുക്തനാക്കുവാനും കോടതി തയ്യാറായിരിക്കുന്നത്. വ്യാജ മതപരിവർത്തന ആരോപണങ്ങളുടെ പേരിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉത്തരേന്ത്യയിലെ വിവിധ ജയിലുകളിൽ നിരവധി ക്രിസ്ത്യാനികൾ ഇപ്പോഴും കിടക്കുന്നു. അവർ മോചിതരാകേണ്ടതിനു വേണ്ടിയും കുറ്റവിമുക്തരാക്കപ്പെടേണ്ടതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.